ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായാണ് നമ്മൾ മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത്. എന്നാൽ സമ്പത്തിന്റെ അധിപതിയായി അഥവാ ധനത്തിന്റെ സൂക്ഷിപ്പുകാരനായി ആരാധിക്കുന്നത് കുബേരനെയാണ്. ഐതിഹ്യപ്രകാരം പുലസ്ത്യ മഹർഷിയുടെ പുത്രൻ വിശ്രവസനും ഭരദ്വാജ മുനിയുടെ പുത്രി ഇലവിതയ്ക്കും ജനിച്ച പുത്രനാണ് കുബേരൻ. എന്നാൽ കുബേരനോട് സാദൃശ്യമുള്ള മറ്റൊരു രൂപമാണ് ലാഫിംഗ് ബുദ്ധയുടേത്. രൂപസാദൃശ്യം കൊണ്ട് കുബേരനും ലാഫിംഗ് ബുദ്ധയും ഒന്നാണോ എന്ന സംശയം പലർക്കും തോന്നാറുണ്ട്. എന്നാൽ കുബേരനും ലാഫിംഗ് ബുദ്ധയും ഒന്നല്ല. ചൈനീസ് വാസ്തുവിദ്യയായ ഫെങ്ഷുയി പ്രകാരം വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നതിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് ലാഫിംഗ് ബുദ്ധ. നിഷ്കളങ്കമായ ചിരിയും വലിയ കുടവയറുമൊക്കെയാണ് ലാഫിംഗ് ബുദ്ധയുടെ പ്രത്യേകത. ലാഫിംഗ് ബുദ്ധയുടെ ഓരോ രൂപങ്ങൾക്കും ഓരോ അർത്ഥങ്ങളുണ്ട്. വ്യത്യസ്തമായ ഓരോ രൂപങ്ങളും ഓരോ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നു എന്നാണ് വിശ്വാസം. AD 907 923 ഇടയിൽ ചൈനയിൽ ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന ഒരു ബുദ്ധ സന്യാസിയാണ് ലാഫിംഗ് ബുദ്ധ. വ്യക്തമായ ഒരു കാലഘട്ടം അറിയില്ലെങ്കിലും 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു ബുദ്ധ ഭിക്ഷുവായിരുന്നു അദ്ദേഹം. ബുദ്ധായി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നാമം. മറ്റുള്ള ബുദ്ധ ഭിക്ഷുക്കളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും നിഷ്കളങ്കമായ ഒരു ചിരി ഉണ്ടാകും. ജപ്പാനിൽ പോത്തേയി എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ജാപ്പനീസുകാരുടെ 7 ഭാഗ്യ ദേവതകളിൽ ഒരാളാണ്. ചൈനീസ് വാസ്തുവിദ്യയായ ഫെങ്ഷുയി ലോകമെമ്പാടും പ്രചാരം നേടിയപ്പോൾ അതിന്റെ പ്രധാന ഘടകമായ ലാഫിംഗ് ബുദ്ധയും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രസിദ്ധി നേടി. ചിരിക്കുന്ന ബുദ്ധന്റെ വയറ്റിൽ തടവിയാൽ ഭാഗ്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുമെന്ന് പരക്കെ ഒരു വിശ്വാസമുണ്ട്. അങ്ങനെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ബുദ്ധായിയാണ് ലാഫിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്നത്.